ഇങ്ങനെ ഒരു തീരുമാനം, ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ഈ അന്നത്തെ ആ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞത് പോലും രവീന്ദ്രനാഥ് ടാഗോറായിരുന്നു. അതിനോട് യോജിച്ചതാരാണ്? അതിനോട് യോജിച്ചത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും BR അംബേദ്കറും എല്ലാവരും ഇവരെല്ലാവരും യോജിച്ചു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹമോ ത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ വന്ദേമാതരത്തിനോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു ധ്രുവീകരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗീയത, അത് നമ്മുടെ ചില സമുദായങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഒരു വിഭജനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു മതിൽ കെട്ടി അതിൻ്റെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് കേന്ദ്രം നടത്തുന്ന ഓരോ തന്ത്രങ്ങളാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായും കാണേണ്ടത്, ഇവിടെ ആ ദേശീയ ഗാനത്തിൻ്റെ ആ സ്റ്റേറ്റസ് പോലും മാറ്റുകയാണ്. ദേശീയ ഗാനം പതുക്കെ രണ്ടാമത്തെ തട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ദേശീയ ഗീതം അതാണ് പാടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് വരികയും പതിറ്റാണ്ടുകളായി മാറ്റിവെച്ച ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നും കൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ദേശീയ ഗാനവും ദേശീയ ഗീതവും എന്തിനാണ്? നമുക്കറിയാം, പ്രധാനമായും നമ്മുടെ ഈ പറയുന്ന വിഭജനം വന്നതിന് ശേഷം ഒത്തിരി മുറിവുകളുണ്ട്. അതൊക്കെ മാറ്റി നമ്മുടെ ഹൃദയങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്, അല്ലേ? ഇതെല്ലാം ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെയാണ് അതിനെല്ലാം കാണുന്നത്. ആ ഗാനം, അത് ദേശീയ ഗാനമാണെന്നും ദേശീയ ഗീതമാണെന്നും എല്ലാവരുടെയും മനസ്സ് അറിയാമല്ലോ. അതിനകത്ത് ഒരു ഊർജവും അതിനകത്തൊരു പേട്രിയോട്ടിസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് കൃത്യമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ സെൻസിറ്റീവായിട്ട് ഉപേക്ഷിച്ച ചില ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി അത് വേണം ആദ്യമേ അത് പാടാനും. അത് മാത്രമല്ല, ദേശീയ നാഷണൽ ആന്തം പോലും പുറകോട്ട് തള്ളിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ വന്ദേമാതരമാണെങ്കിൽ നാളെ വരാൻ പോകുന്ന ജനഗണമനയിലേക്കായിരിക്കും. ഇത് വളരെ ഗൗരവപൂർവമാണ്. ഇതിനൊക്കെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് പാർലമെന്റിനകത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു BJPയുടെ പാർലമെന്റ് അംഗം കൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിപ്പിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച നടത്തുക, എന്നിട്ട് ചില ജനങ്ങളെ അങ്ങ് കണ്ടീഷൻ ചെയ്യുക. ചിലപ്പോൾ ചില ചാനലുകളൊക്കെ, ദേശീയ തലത്തിലുള്ള ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ചില ചാനലുകളിലൊക്കെ ഏത് മേഖലയിലേക്കാണ് ദേശീയ ചാനലുകൾ പോകുന്നത് നമുക്കറിയാം. അവിടെ ചാനൽ ചർച്ചകളിലേക്ക് വരിക, ഈ ചർച്ച ജനങ്ങൾ കാണുകയാണ്. അവിടെ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള BJPയുടെ വക്താക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള പറഞ്ഞ അവതാരിക ഇത് ഈ ജനങ്ങളെ കണ്ടീഷൻ ചെയ്യാനുള്ള ഒരു തന്ത്രം കൂടി അതിനകത്ത് നെയ്യുക. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ അയ്യോ ഇത് ശരിയാണല്ലോ തെറ്റാണല്ലോ എന്നൊരു തോന്നലും കൂടെ വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇന്ത്യ രാജ്യം എല്ലാവർക്കും ഉള്ള രാജ്യമാണ്. ആ രാജ്യം ഇന്ന് ഏറ്റവും മനോഹരമായി സുന്ദരമായി ഏറ്റവും സൗഹാർദ്ദത്തോടുകൂടി എല്ലാ മതത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഈ രാജ്യത്തെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ച പോലെ മതേതരത്വവും അതിനെ തകർത്ത് വർഗീയത വളർത്തുവാൻ വേണ്ടി ദേശീയ അടയാളങ്ങളോട് ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ രാജ്യം ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ലേ മറ്റൊരു തകർച്ചയിലേക്ക് പോകും. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആന്ധ്ര മുഖ്യമന്ത്രി ഒരു മുസ്ലിം ബാലനു നേരെ, ആസാം മുഖ്യമന്ത്രി അവിടെ ഒരു മുസ്ലിം യുവാവിന് നേരെ പോയിന്റ് ബ്ലാങ്ക് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അത് അവരുടെ ഒഫീഷ്യൽ ചാനലിൽ വരികയാണ്. ഒരു പ്രതികരണം പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള മുഖ്യമന്ത്രിക്കോ ഇല്ല.
ഇതൊക്കെ അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇത് വളരെ ഗൗരവത്തിൽ കാണണം. നമ്മുടെ രാജ്യം അത് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇനി ആർക്കെങ്കിലും അടിമയായിട്ട് പോകാനും പാടില്ല.